നമുക്ക് വളരെ അറിയപ്പെട്ട അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDO. DRDOയിലൊക്കെ എൻ്റെ ചില അടുത്ത ബന്ധുക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ വരുന്നത്. അവിടെ വളരെ കാര്യമായിട്ട് കുറേ കാലം പ്രവർത്തിയെടുത്ത ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തെ നിങ്ങളറിയും, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം അവിടുത്തെ പണിയെടുക്കുന്ന ഒരു സംഘം ആൾക്കാരുടെ ടീം ലീഡറായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 70ഓളം ആൾക്കാർ വരും. അവരൊരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വളരെ ഹാർഡ് വർക്കിലാണ്. ആ പദ്ധതി കൊണ്ടുവരാനായിട്ടുള്ള അതിൻ്റെ സാക്ഷാത്കാരം നിങ്ങൾക്കറിയാം. നമ്മുടെ ഇന്ത്യയിലെ പ്രതിരോധത്തിൻ്റെ പല കാര്യങ്ങളും ഈ DRDO ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ദിവസം ഈ കൂടെ പണിയുന്ന 70 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ അബ്ദുൽ കലാമിനോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് ശേഷം എൻ്റെ മക്കളെ ഞാൻ എൻ്റെ എക്സിബിഷന് കൊണ്ടുപോകാൻ പോവുകയാണ്, അത് എനിക്ക് അങ്ങ് അവധി തരണം എന്ന് പറഞ്ഞു. അബ്ദുൽ കലാം പറഞ്ഞു, ഓക്കെ കുട്ടികളുടെ കാര്യമല്ലേ, തീർച്ചയായിട്ടും എന്നും കുട്ടികളെ സ്നേഹിച്ച ഒരാളാണ് ഈ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, വൈകുന്നേരം പൊയ്ക്കോളൂ, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് മുഴുകി. ജോലിയിലെ ഒരു ആവേശം കൊണ്ടും ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ പണിയിലങ്ങ് മുഴുകി. സമയം പോയത് ഇദ്ദേഹം അറിഞ്ഞില്ല. വൈകുന്നേരമൊക്കെ കടന്നുപോയി. രാത്രി 8:30 മണിയായപ്പോഴും അയ്യോ കുട്ടികളെ ഇതിനൊന്നും കൊണ്ടുപോയില്ലല്ലോ, എക്സിബിഷന് കാത്തിരിക്കുന്ന കുട്ടികളെ നിരാശപ്പെടുത്തിയല്ലോ. വളരെ കുറ്റബോധത്തോടെയാണ് ഇദ്ദേഹം വീട്ടിലേക്ക് ചെന്നത്. ഭാര്യയോട് എന്ത് പറയും, കുട്ടികളോട് എന്ത് പറയും? വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികളെ കാണുന്നില്ല. കുട്ടികളെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഒന്ന് ചിരിച്ച്. അപ്പോൾ ഇദ്ദേഹത്തിനാകെ ഞെട്ടലായി. കുട്ടികൾക്ക് ഇനി എന്താ സംഭവിച്ചത്? കുട്ടികളെയൊക്കെ നിങ്ങളുടെ ബോസ് വന്ന് എക്സിബിഷൻ കൊണ്ടുപോയി. ആര്? കുറച്ച് നേരം കഴിയുമ്പോൾ ഉല്ലസിച്ച് കുട്ടികളിങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നു. ആരുടെ കയ്യിൽ തൂങ്ങി? അബ്ദുൽ കലാമിൻ്റെ കൈകളിൽ തൂങ്ങി കളിച്ച് ചിരിച്ച് കുട്ടികൾ വീട്ടിലേക്ക് കയറി വന്നു. അതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ജീവനക്കാരൻ തൊഴിൽ മുഴുകിയത് കണ്ട് അഭിമാനത്തോടെ അബ്ദുൽ കലാം ഓഫീസ് വിട്ട് വീട്ടിലേക്ക് ചെന്നു. കുട്ടികളെ നിരാശപ്പെടുത്താതിരിക്കാൻ അദ്ദേഹം കുട്ടികളുടെ അച്ഛൻ നൽകിയ വാഗ്ദാനമില്ലേ, എക്സിബിഷന് കൊണ്ടുപോകാമെന്ന്, അദ്ദേഹം തന്നെ നേരിട്ട് എക്സിബിഷന് കൊണ്ടുപോയി. വാഗ്ദാനങ്ങൾ എപ്പോഴും പാലിക്കപ്പെടാനുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. എപ്പോഴും അദ്ദേഹം ഹൃദയം കൊണ്ട് സംസാരിച്ചു. നമ്മളോട് പറഞ്ഞു, സ്വപ്നം കണ്ടോളാൻ പറഞ്ഞു. നിങ്ങൾ കാണുന്നത്, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറക്കാതാക്കുന്നതാണ് സ്വപ്നമെന്ന് നമ്മളോട് പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഈ പുതുവത്സരത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആത്മാർത്ഥതയുള്ളവർ, വാക്കിലും പ്രവൃത്തിയിലും അത് സൂക്ഷിക്കാൻ കഴിയുന്ന അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകളാകാൻ നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ വാക്കും പ്രവൃത്തിയും നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. പറയുന്നത് ചെയ്യുക, ചെയ്യുന്നത് പറയുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.